കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ VSc മലയാളത്തിൻ്റെ മൊഡ്യൂൾ 1 ലാസ്റ്റ് ചാപ്റ്റർ മനസ്സിലാക്കാം. സമയപാഠം എന്ന ഈ ലേഖനം എഴുതിയിരിക്കുന്നത് PN ദാസാണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 1440 മിനിറ്റുകൾ അഥവാ 86,400 സെക്കൻഡുകളാണ്. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. എന്നാൽ ഇന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് ഒന്നിനും സമയം പോരാ എന്ന കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം തിരക്കുള്ളവരായി മാറുന്നു. അടങ്ങാത്ത ആഗ്രഹങ്ങൾക്കൊപ്പം മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ധൃതി, വെപ്രാളം, വേഗത, ആ വേഗത വരുത്തിവെക്കുന്ന സംഘർഷങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന അശാന്തി, അസൂയ, ഇവയെല്ലാം ഇന്നത്തെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാം. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ സമയം പോകുന്നു എന്ന് പറയാത്തവരായി ആരുമില്ല. പണത്തിൻ്റെ കുറവിനെക്കുറിച്ചോ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചോ ഓർത്തല്ല മനുഷ്യൻ വിഷമിക്കുന്നത്. സമയത്തിൻ്റെ കുറവിനെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഇന്ന് അവന് പരാതി. ആധുനിക മനുഷ്യൻ്റെ ചിന്തയിൽ സമയപാഠം എന്നത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. വർത്തമാനകാലത്തിൽ മുഴുവനായി ഉണർന്നിരിക്കുന്നവനാണ് പൂർണ്ണ വിശുദ്ധൻ എന്ന് ഗൗതമ ബുദ്ധൻ പറയുന്നു. വർത്തമാനകാലത്ത് ഉണർന്നിരിക്കുന്ന ഒരാൾ മഹാകാലത്തിന് മുന്നിൽ അടിപതറി വീണു പോവില്ല. കാരണം അയാൾ എപ്പോഴും ഉണർന്നാണ് ഇരുന്നിട്ടുള്ളത്. നാം എപ്പോഴും ഉണർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് സമയക്കുറവുണ്ടാവുകയില്ല. ആധുനിക കാലത്തെ ദാർശനികനായ ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നു, സമയം മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ ശത്രുവാണ് എന്ന്. മനുഷ്യൻ്റെ പൊതുവായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു കാല് ഭൂതകാലത്തിൽ വയ്ക്കും, മറ്റേ കാല് ഭാവിയിലും, എന്നിട്ട് വർത്തമാനകാലത്ത് ജീവിക്കാതെ കടന്നു പോകും. ഒരു മൃഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭൂതകാലത്താണ് ജീവിക്കുന്നത്. ഭാവി കാലത്തെക്കുറിച്ച് അത് ഓർക്കുന്നേ ഇല്ല. തൊട്ടടുത്ത മണിക്കൂറുകൾ മാത്രമാണ് അതിന് കാണാനാവുന്നുള്ളൂ. അവികസിതമായ സമൂഹം, പ്രിമിറ്റീവ് ജനവർഗം ഭൂതകാലത്താണ് ജീവിക്കുന്നത്. ഇന്ത്യയെപ്പോലെ. വികസിത സമൂഹം ഭാവിയിലാണ് ജീവിക്കുന്നത്, അമേരിക്കയെപ്പോലെ. ഭൂതകാലത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഭാവിയിൽ ജീവിക്കുന്നതാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞത്, എൻ്റെ മുഖ്യ വിഷയം മരിക്കുന്നതിന് മുമ്പുള്ള ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നാണ്. അനശ്വര വർത്തമാനത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ പുലരാനാണ് അദ്ദേഹം പ്രഭാഷണങ്ങളിലൂടെ പറയുന്നത്. പഴയ മനുഷ്യർ ഭൂതകാലത്തിൽ അഥവാ ഭാവിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പഴയ തലമുറ ജീവിക്കുന്നത് ഭൂതകാലത്താണ് എന്ന് തന്നെ പറയാം. വർത്തമാനകാലത്തിൽ അവർ ജീവിക്കുന്നില്ല. ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയവർ, അതുപോലെ തന്നെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, ഇവരെല്ലാം ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്. അവരുടെ ഓർമ്മകൾ അവരെ ഭൂതകാലത്ത് തന്നെ നിലനിർത്തുന്നു. അത് അവരുടെ ജീവിതത്തെ അസുന്ദരവും വിരൂപവുമാക്കുന്നു. എന്നാൽ അത് അവർ തന്നെ അറിയുന്നില്ല. ദുഃഖത്തിലും വേദനയിലും കുറ്റബോധത്തിലും പെട്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ, മഹത്വത്തെ, സ്നേഹത്തെ കാണാൻ പറ്റാത്ത തരത്തിൽ ഒരു മരവെപ്പിലെത്തിയിരിക്കുന്നു അവർ. എന്നാൽ ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും ഓർക്കാതെ എല്ലാം മറന്ന് ജീവിക്കുമ്പോൾ ജീവിതം എത്ര മഹത്തരമാണ് എന്ന് തോന്നും. എവിടെയാണ് ധ്യാനത്തിൻ്റെ പ്രസക്തി? ധ്യാനത്തിലാവുമ്പോൾ ഒരാൾ പൂർണ്ണമായും വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള നല്ലൊരു വഴിയാണ് ധ്യാനം. നിരീശ്വരവാദികൾക്ക് അഥവാ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന ഒരു ധ്യാനത്തിൻ്റെ രീതി ബുദ്ധൻ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം ശ്വസനക്രമത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കാൻ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു നിശ്ചിത സമയത്ത് ഒന്നിലധികം കാര്യങ്ങളിൽ മനുഷ്യന് ശ്രദ്ധ വയ്ക്കാൻ പറ്റില്ല. ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും മാത്രം ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് മറ്റൊരു കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കില്ല. അവിടെ ഭൂതകാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചോ ചിന്തിക്കാനാവില്ല. അവിടെ വർത്തമാനകാലത്തിന് മാത്രമാണ് പ്രസക്തി. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുമ്പോൾ നാം ആ പ്രക്രിയയിൽ നമ്മുടെ ശ്രദ്ധ നിലനിർത്തും. അത് നമ്മെ വർത്തമാനകാലത്തിൽ തന്നെ നിലനിർത്തും. ഇതൊരു ശീലമാക്കിയാൽ മനസ്സിന് മാറ്റമുണ്ടാകും. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നല്ല ദിവസമായി മാറുന്നത് നാം അറിയും. വർത്തമാനകാലത്തിനോട് ഇണങ്ങി ജീവിക്കാൻ മനുഷ്യൻ പഠിക്കുമ്പോൾ പ്രകൃതിക്കും അതിൻ്റെ താളം കൈവരും. ഇത്തരത്തിൽ സമയപാഠം എന്ന ലേഖനം ഒരു പാരിസ്ഥിതിക ധാർമ്മികത കൂടി മുന്നോട്ട് വയ്ക്കുന്നു.